ഇത് കൊള്ളാമല്ലോടി. പുതിയതാണല്ലേ? ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ പെർഫോമൻസിന് വേണ്ടി വാങ്ങിച്ചാണോ? ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതാ. ഓ, മഹി സാറ് തന്നതായിരിക്കുമല്ലേ? നിനക്ക് വേണ്ടി പ്രത്യേകം വരുത്തിയ മേക്കപ്പ് കിറ്റാ. ഈ മേക്കപ്പ് ഇട്ടുകൊണ്ട് വേണം നീ സ്റ്റേജിൽ കയറാൻ. ആരെങ്കിലും കയറി ആടി തകർക്കാൻ. മനസ്സിലായോ? ആ, നീ തന്നെ നിന്റെ കൈകൊണ്ട് ഇവൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്ക്. നിന്റെ കൈയുടെ രാശി എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി നീ ആരെങ്കിലും തകർത്ത് അഭിനയിക്കണം. മികച്ച നടിക്കുള്ള അവാർഡ് നീ തന്നെ വാങ്ങണം. ജൂലിയറ്റായി നീ നന്നായി തിളങ്ങും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. ഈ നാടകത്തില് എന്റെ കഴിവിനനുസരിച്ച് പരമാവധി ആത്മാർത്ഥതയോടെ ഞാൻ അഭിനയിക്കും. പോയിക്കോ. എന്നിട്ട് സ്റ്റേജിൽ കയറും മുൻപ് നല്ലവണ്ണം അഭിനയം പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യം മറക്കരുത്. നിനക്ക് വേണ്ടി വലിയ വില കൊടുത്ത് ഞാൻ വാങ്ങിയ ഈ മേക്കപ്പ് അണിഞ്ഞുകൊണ്ടു വേണം നീ സ്റ്റേജിൽ ജൂലിയറ്റായി അഭിനയിച്ച് തകർക്കാൻ. കല്യാണി മേക്കപ്പ് ചെയ്യണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞങ്ങൾ അപ്പുറത്ത് കാണാം. പോട്ടെ. ഓക്കെ. ഈ മാഡത്തിന് എന്തു പറ്റി? എന്നെ കണ്ട എപ്പോഴും കലിയളകുന്ന ആളാ. ഇപ്പൊ ഇതാ വില കൂടിയ മേക്കപ്പ് കിറ്റ് എനിക്ക് സമ്മാനം എടുത്ത് തന്നിരിക്കുന്നു, അതും വിദേശത്തുനിന്ന് വരുത്തിയത്. ജഗത്താനും ഒരു കാലത്ത് മാലാഖയായിരുന്നു എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. രമാ മാഡത്തിന്റെ മനസ്സിലും ഒരു മാലാഖയില്ലെന്ന് ആര് കണ്ടു? എന്തായാലും ഈ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇങ്ങോട്ട് വാ, നോക്കടി.
കണ്ടോ, കല്യാണി പുതിയ മേക്കപ്പ് സെറ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. ഓ അപ്പൊ കല്യാണി അഭിനയം പ്രൊഫഷനാക്കാൻ പോവാ. ഹും. അല്ലെങ്കിൽ സിനിമ നടിയെ പോലെ മേക്കപ്പ് കിറ്റായിട്ടൊക്കെ വരുമോ? അത് കണ്ടിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നല്ലോടി. ഉം. നീ വാ, നമുക്ക് പോയി നോക്കാം. ഉം. ഇത് കൊള്ളാമല്ലോടി, പുതിയതാണല്ലേ? ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ പെർഫോമൻസിന് വേണ്ടി വാങ്ങിച്ചാണോ? ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതാ. ഓ മഹി സാറ് തന്നതായിരിക്കുമല്ലേ? അതെ, മാന്യമായിട്ട് ചോദിച്ച സ്ഥിതിക്ക് മറുപടി പറയടി. മഹിസാറല്ല, രമ മാഡോ എനിക്ക് ഈ മേക്കപ്പ് ബോക്സ് സമ്മാനമായി തന്നത്. ഹാ? ആര്? രമ മേഡോ? അതെ, നിങ്ങളുടെ കൂട്ടുകാരി എപ്പോഴും എന്നെ കളിയാക്കി പറയാറില്ലേ ഞാനൊരു വീട്ടിലെ വേലക്കാരിയാണെന്ന്. ഞാൻ രമാദേവിയുടെ വീട്ടിലാ ജോലി ചെയ്യുന്നത്. ഇന്നത്തെ പ്രകടനം ഗംഭീരാകണമെന്നും പറഞ്ഞ് എനിക്ക് ആശംസകൾ തന്ന് അവരാ എനിക്ക് മേക്കപ്പ് ബോക്സ് വാങ്ങി തന്നത്. ഇത് ഫോറിൻ മേക്കപ്പ് ആണല്ലോ. രമ മാഡം ഒരിക്കലും ലോക്കൽ സാധനങ്ങൾ ആർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കില്ല. അവരെന്ത് ചെയ്താലും അത് ബ്രാൻഡ് ആയിരിക്കും. നിനക്ക് കോൾ അടിച്ചല്ലോ. സമയം പോകുന്നു, മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എങ്കിൽ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വടി. താങ്ക്സ്. ഡി, ഈ കാര്യം ഉടനെ ദക്ഷയെ അറിയിക്കണം. ദക്ഷയുടെ ആളായിട്ട് നിൽക്കുന്ന രമാദേവി ദക്ഷയ്ക്കിട്ട് പണി കൊടുക്കുകയാണെന്ന് അവളോട് പറയണമല്ലോ. വാ വാ. ഏയ്, അച്ഛനും അമ്മയും നിശാന്തും ഒന്നും അല്ല. ഞങ്ങളെന്ന് വെച്ചാ ഞാനും എന്റെ മാഷും ഹണിമൂണിന് വരുന്ന കാര്യമാണ് പറഞ്ഞത്. പൊടി, അതേ പഴയ കാലം കൊടയും പിടിച്ച് ഒറ്റമുണ്ടും എടുത്ത് നടക്കുന്ന മാഷല്ല. എന്നാ ആള് ന്യൂജനും അല്ല. ഒരു പ്രത്യേക സ്റ്റൈലിലൊരു മാഷ്. എടി, നീ ഇവിടെ എന്തെടുക്കോ? എന്താ ദക്ഷേ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? നീ ഫോണിലല്ലേ, അത് സംസാരിച്ചിട്ട് വെക്ക്, എന്നിട്ട് പറയാം. എടി, ഞാനിപ്പോ രാത്രി വിളിച്ചോളാം. ഓക്കെ?